സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണത്തിൽ ഇന്നു മുതൽ സമഗ്ര മാറ്റം. പോലീസിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഓരോ വ്യക്തിക്കും നീതി ലഭിക്കുമെന്ന വിശ്വാസമുണ്ടാകണം. പോലീസിന്റെ സമീപനം ശക്തവും സൗഹൃദപരവുമായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ വളരെ വ്യത്യസ്തമാണ്. വർഷങ്ങളായി പോലീസ് ഒരു ഭയമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറി പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. കേരള പോലീസിന്റെ ജനപ്രിയ പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളുടെ അകത്തും പുറത്തും സമഗ്രമായ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് കുറ്റവാളികൾ മാത്രമാണെന്ന തെറ്റിദ്ധാരണ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണമായിരുന്നു ഒരു കാലത്ത് പോലീസ്. ഇന്ന് ജനസേവകരായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പോലീസായി കേരള പോലീസ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ രൂപാന്തരപ്പെടുകയാണ്. കസ്റ്റഡി മർദ്ദനവും അനധികൃത തടങ്കലും പൂർണ്ണമായി ഒഴിവാക്കുന്നതിനൊപ്പം ശാസ്ത്രീയ അന്വേഷണ രീതികൾ ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പ്രത്യേക പരിശീലനവും നൽകും. പരാതികളുടെ എണ്ണം, FIR രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഡിജിറ്റലായി നിരീക്ഷിക്കുന്ന സംവിധാനവും നടപ്പാക്കും. DGPയുടെ നേതൃത്വത്തിലായിരിക്കും ഈ നിരീക്ഷണം. പരിപാടിയിൽ ആരോഗ്യമന്ത്രി K. മുരളീധരൻ, മേയർ VV രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.